നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന് പറഞ്ഞ് ഇടുക്കിക്കാരെ കബളിപ്പിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും LDF നേതാക്കളും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഒക്ടോബർ 15 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ചുവെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നെന്ന് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവോടെ വ്യക്തമായെന്നും ബിജോ മാണി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഈ മാസം 9, 10 തീയതികളിൽ ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന നേതാക്കൾ. 9-ാം തീയതി ജില്ലാ അതിർത്തിയായ 35-ാം മൈലിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജാഥയെ വരവേൽക്കും. തുടർന്ന് വണ്ടിപ്പെരിയാറിൽ ആദ്യ സ്വീകരണം നൽകുമെന്നും നേതാക്കൾ. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. ജില്ലയിൽ രക്തസാക്ഷികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ CPM നേതാക്കൾ തട്ടിയെടുത്തതായി KPCC സെക്രട്ടറി MN ഗോപി. രക്തസാക്ഷികളായ അനീഷ് രാജൻ, അഭിമന്യു, ധീരജ് എന്നിവരുടെ പേരിൽ ഫണ്ട് തട്ടിയെടുത്തതായും ആരോപണം. ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിക്കാനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ശാന്തൻപാറ, പുത്തടി, കല്ലിങ്കൽ മാത്യു വർഗീസ്. രോഗബാധിതയായ ഭാര്യയെയും ബുദ്ധിവളർച്ചയില്ലാത്ത മകനെയും അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിപ്പിക്കുന്നതിനായി ഇദ്ദേഹം പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും നടപടിയില്ല. വിശദമായ വാർത്തകൾ. ജില്ലയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന് പറഞ്ഞ് ഇടുക്കിക്കാരെ കബളിപ്പിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും LDF നേതാക്കളും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഒക്ടോബർ 15 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ചിരുന്നുവെന്നായിരുന്നു ഇവരുടെ പ്രചരണം. എന്നാൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവോടെ വ്യക്തമായെന്നും ബിജോ മാണി പറഞ്ഞു. വാണിജ്യ ആവശ്യങ്ങൾ, ഏലം കൃഷി എന്നിവ ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് പട്ടയം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഇതോടെ കട്ടപ്പനയിലടക്കമുള്ള ജില്ലയിലെ ഷോപ്പ് സൈറ്റുകൾക്കും ഏലം കൃഷി ചെയ്യുന്നവർക്കും ഈ സർക്കാർ പട്ടയം നൽകില്ലെന്ന് വ്യക്തമായി. ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷിയെന്ന തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം ലഭിക്കാത്ത തോപ്രാംകുടി, പച്ചടി മേഖലയിലും ഇനി പട്ടയം ലഭിക്കില്ലെന്നും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. ഈ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്നതിനുള്ള തടസ്സമായി ഇത് CHR ഉൾപ്പെട്ട പ്രദേശമാണ് കട്ടപ്പനയെന്നും അപ്പോൾ സുപ്രീം കോടതിയിലെ പട്ടയ വിലക്ക് നൽകുന്നതിനാൽ ഈ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്ന കാര്യം കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊക്കെ UDF-ന്റെ വ്യാജ പ്രചരണമാണ്, കോൺഗ്രസിൻ്റെ വ്യാജ പ്രചരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളിക്കളയുകയായിരുന്നു LDF-ഉം കേരള കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ. അപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ വളരെ സജീവമായി ഉടൻ തന്നെ കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്നാണ് പറഞ്ഞത്. എന്നാലിപ്പം ഒക്ടോബർ കഴിഞ്ഞ് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസമായി. അപ്പം ഇതുവരെ അന്ന് പറഞ്ഞ പ്രകാരം കട്ടപ്പനയിലോ നമ്മുടെ ജില്ലയിലോ ഒക്ടോബർ മാസം 14-ാം തീയതി മന്ത്രിസഭയോ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഷോപ്പ് സൈറ്റിന് പോലും പട്ടയം നൽകിയിട്ടില്ല. ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട 3 ഉത്തരവുകളാണ് 5 മാസത്തിനുള്ളിൽ റവന്യൂ വകുപ്പ് ഇറക്കിയത്. ഇതിൽ ഓരോ ഉത്തരവിലും പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ജില്ലയിലെ ഓരോ പ്രദേശങ്ങളിലും പട്ടയ വിതരണത്തിന് തടസ്സമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാനും ഇവ പരിഹരിക്കാനുമുള്ള നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പെത്തുമ്പോൾ ജനവികാരം തണുപ്പിക്കാൻ കാണിക്കുന്ന തട്ടിപ്പ് ഉത്തരവുകളാണ് കുഴപ്പമെല്ലാം സൃഷ്ടിക്കുന്നത്. കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ ഷോപ്പ് സൈറ്റിന് പട്ടയം നൽകുമെന്നായിരുന്നു ഒക്ടോബർ 18 ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് പട്ടയം നൽകാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പറയുന്നു. ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷിയെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതിന്റെ പേരിൽ പട്ടയം ലഭിക്കാത്ത തോപ്രാംകുടി, പച്ചടി മേഖലയിൽ പട്ടയം നൽകുന്നതിനുള്ള തീരുമാനമുണ്ടാകണം. ഇതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ നടപ്പാക്കാൻ കഴിയാത്ത ഉത്തരവുകൾ ഇറക്കി സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ബിജോ മാണി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിലും പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഈ മാസം 9, 10 തീയതികളിൽ ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9-ാം തീയതി ജില്ലാ അതിർത്തിയായ 35-ാം മൈലിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജാഥയെ വരവേൽക്കും. തുടർന്ന് വണ്ടിപ്പെരിയാറിൽ ആദ്യ സ്വീകരണം നൽകും. 9-ാം തീയതി ജില്ലാ അതിർത്തിയായ 35-ാം മൈലിൽ ജാഥയെ സ്വീകരിക്കും. തുടർന്ന് വണ്ടിപ്പെരിയാറിൽ ആദ്യ സ്വീകരണം നൽകും. വൈകിട്ട് 5-ന് നെടുങ്കണ്ടത്തെ സ്വീകരണത്തോടെ ആദ്യ ദിവസത്തെ പര്യടനം അവസാനിക്കും. 10-ാം തീയതി രാവിലെ 8:30-ന് അടിമാലിയിൽ സൗഹൃദ സദസ്സ് ചേരും. തുടർന്ന് 10 മണിക്ക് അടിമാലിയിലും 2 മണിക്ക് ചെറുതോണിയിലും വൈകിട്ട് 4 മണിക്ക് തൊടുപുഴയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ജാഥ ക്യാപ്റ്റനോടൊപ്പം KK ശൈലജ ടീച്ചർ MLA, PK ബിജു, PP സുനീർ MP, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യു കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവരാണ് ജാഥ അംഗങ്ങളെന്നും നേതാക്കൾ പറഞ്ഞു.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളായിട്ടുള്ള റോഷി അഗസ്റ്റിൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ, മണിയാശാൻ, LDF ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെയാണ് അവിടുന്ന് യാതൊരു സ്ഥിതി. മോട്ടോർ ബൈക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ആദ്യത്തെ സ്വീകരണ സ്ഥലമായി വണ്ടിപ്പെരിയാർ യാത്രയ്ക്ക് സ്വീകരണം. വ്യാജ വാർത്തകളെയും നുണപ്രചരണങ്ങളെയും തുറന്നുകാട്ടി വികസന ക്ഷേമങ്ങളുടെ പാതയിലൂടെ നാട് മുന്നേറുന്ന വസ്തുത പൊതുസമൂഹത്തിൽ എത്തിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യമെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് 3 മേഖലാ ജാഥകൾ പര്യടനം നടത്തി വരികയാണ്. അതിൽ മധ്യമേഖലാ ജാഥ ഇടുക്കി ജില്ലയിൽ വരുന്ന ജാഥയാണ്. ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ചും ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മേഖലാ ജാഥകൾ പര്യടനം നടത്തുന്നത്. മലയോര ഹൈവേ, വിനോദസഞ്ചാര മേഖല, ആദിവാസി മേഖല, സർക്കാർ ഓഫീസുകൾക്ക് കെട്ടിടങ്ങൾ, സ്റ്റേഡിയങ്ങൾ, സാംസ്കാരിക സമുച്ചയങ്ങൾ തുടങ്ങി എണ്ണമറ്റ പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ സർക്കാർ പൂർത്തീകരിച്ചതെന്നും നേതാക്കൾ വ്യക്തമാക്കി. 1588 ഹെക്ടർ സ്ഥലത്തിന് പട്ടയം കൊടുക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തു. അത് ഏറ്റവും ഊർജിതമായി അതിന്റെ നടപടികൾ മുന്നോട്ട് പോവുകയും അതായത് ഈ ദിവസങ്ങളിൽ തന്നെ അതിന്റെ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പട്ടയവുമായി ബന്ധപ്പെട്ട് ഈ പട്ടയങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അപേക്ഷ സ്വീകരിക്കുകയും അതുപോലെ തന്നെ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത് കൊടുക്കുക എന്നുള്ളതാണ്. സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നതുകൊണ്ട്, ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നതുകൊണ്ട് മാത്രം തടസ്സപ്പെട്ടു നിന്ന കാര്യങ്ങളാണ്. പക്ഷേ ഗവൺമെന്റ് കേസുമായി ഈ കാര്യത്തെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് കേന്ദ്ര അനുമതി കിട്ടിയതും സുപ്രീം കോടതി ശരിവെച്ചതുമായിട്ടുള്ള ഭൂപ്രദേശമാണ്. അതിന് പട്ടയം കൊടുക്കാം എന്നുള്ള സുപ്രധാനമായ തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത്. ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് പട്ടയ നടപടികൾ വളരെ സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ ദിവസങ്ങളിൽ തന്നെ പട്ടയ നടപടികൾ ആരംഭിക്കുന്നതിനും കഴിയുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ കെ സലിംകുമാർ, CV വർഗീസ്, ജോസ് പാലത്തിനാൽ, PS രാജൻ, അനിൽ കുവപ്ലാക്കൽ, VR ശശി, VR സജി, മാത്യു ജോർജ് എന്നിവർ പങ്കെടുത്തു. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. ജില്ലയിൽ രക്തസാക്ഷികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ CPM നേതാക്കൾ തട്ടിയെടുത്തതായി KPCC സെക്രട്ടറി MN ഗോപി ആരോപിച്ചു. രക്തസാക്ഷികളായ അനീഷ് രാജൻ, അഭിമന്യു, ധീരജ എന്നിവരുടെ പേരിൽ ഫണ്ട് തട്ടിയെടുത്തതായാണ് ആരോപണം. നമുക്ക് വട്ടവടയിൽ, ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ ജീവിച്ചു വളർന്ന അഭിമന്യുവിന്റെ കുടുംബത്തിന് നാമമാത്രമായ പണമാണ് കൊടുത്തത്. നാമമാത്രമായ പണം. ഒരു 10 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും വെച്ച് കൊടുത്ത നാമമാത്രമായ പണം മാത്രമാണ് കൊടുത്തത്. 3 കോടി രൂപയോളം പിരിച്ചു എന്ന് ദേശാഭിമാനി ഓരോ ദിവസവും അഭിമന്യുവിന്റെ കുടുംബസഹായ നിധിയിലേക്ക് വരുന്ന പണത്തിന്റെ കണക്ക് ഓരോ ദിവസവും ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഈ പിരിക്കപ്പെട്ട പണം എവിടെ ചെലവഴിച്ചു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തമാക്കണം. എങ്ങോട്ടാണ് ഈ പണം വകമാറ്റി ചെലവഴിച്ചത്? അല്ല, ആരാണ് ഈ പണം എടുത്തിട്ടുള്ളത്? അപ്പോൾ രക്തസാക്ഷികളെ പൊതുസമൂഹത്തിൽ വിൽപ്പനച്ചരക്കാക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി അവലംബിക്കുന്നത്. നെടുങ്കണ്ടത്ത് അനീഷ് രാജ് കൊലപാതകം ഉണ്ടായി. അനീഷ് രാജിന്റെ കുടുംബസഹായ നിധിക്ക് പിരിച്ച പണം ആ കുടുംബത്തിന് ലഭ്യമായിട്ടുണ്ടോ? പൊതുസമൂഹം അതൊന്ന് ആലോചിക്കേണ്ടതാണ്. രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിക്കാൻ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരോട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് അത് പൊതുസമൂഹം ചോദിക്കേണ്ട കാര്യമാണ്. ആ അനീഷ് രാജിന്റെ കുടുംബം ഇന്നും നിർധനമായ സാമ്പത്തിക ചുറ്റുപാടിൽ കഴിയുകയാണ്. പിരിച്ച പണം കൊണ്ട് അനീഷ് രാജൻ മെമ്മോറിയൽ ഹാള് പണിയുമെന്നും മെമ്മോറിയൽ മണ്ഡപം പണിയുമെന്നൊക്കെയാണ് പ്രഖ്യാപിച്ചത്. പണം പിരിച്ചതല്ലാതെ ഒരു മണ്ഡപവും പണിതിട്ടില്ല. ഇവിടെ അനീഷ് രാജിന്റെ പേരിൽ ഓരോ വർഷവും അനുസ്മരണ സമ്മേളനം നടക്കുന്നതല്ലാതെ പിരിച്ച പണം ഓരോ നേതാക്കന്മാര് അവരവരുടെ കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്ന് വേണം നമുക്ക് കാണാൻ. അനീഷ് രാജിന്റെ പേരിൽ പണം പിരിവ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ധീരജിന്റെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് വകവുമായി ബന്ധപ്പെട്ട് ധീരജിന്റെ പേരിൽ പിരിച്ച പണത്തിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല.
വലിയ തോതിൽ സാമ്പത്തിക സമാഹരണമാണ് നടത്തിയത്. പക്ഷേ ധീരജിന്റെ കുടുംബത്തിനൊക്കെ നാമമാത്രമായ പണമാണ് കൊടുത്തിട്ടുള്ളത്. ആ പണം കൊണ്ട് CPM-ന്റെ ഓഫീസ് വിപുലീകരിക്കുകയും DYFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ രക്തസാക്ഷി മരിച്ചാൽ ആ രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കാൻ പിരിക്കുന്ന പണം കൊണ്ട് പാർട്ടി ഓഫീസും പാർട്ടി നേതാക്കളും സ്വന്തം കാര്യത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്നത് അത് ധാർമ്മികമായി ശരിയല്ല. അത് കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ധാർമ്മികത പ്രശ്നമാണ്. 6 മാസം മുൻപ് നടന്ന ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതക കേസിന്റെ അന്വേഷണം നിലച്ചു. അന്വേഷണം ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത്. കഴിഞ്ഞ ഓഗസ്റ്റ് 23-നാണ് സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകം നടന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 23-ാം തീയതി പകലാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിൽ രാജപാണ്ഡിയെ ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തലയിലും കഴുത്തിലുമായി 9 വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. കൊലപാതകം നടന്ന് 6 മാസത്തോടടുക്കുമ്പോഴും കേസിൽ തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേസിന്റെ അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിലുമായി. കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത്. സംഭവം അന്വേഷിക്കുന്നതിനായി മൂന്നാർ DYSPയുടെ നേതൃത്വത്തിൽ 18-അംഗ സംഘത്തെ നിയമിച്ചിരുന്നു. കേസുകൾ തെളിയിക്കുന്നതിൽ വിദഗ്ധരായ ഉദ്യോഗസ്ഥരെയടക്കം അന്വേഷണ സംഘത്തിൽ പിന്നീട് ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിനോടകം 150-ലധികം ആളുകളുടെ ഫോൺ കോളുകൾ പരിശോധിക്കുകയും മറ്റ് ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. കൊലപാതക സ്ഥലത്തെ രക്തക്കറിയുടെ പരിശോധനയും ഒട്ടേറെ പേരുടെ നുണ പരിശോധനയും കഴിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് സൂചന പോലും ലഭിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ നവംബറിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കുട്ടിക്കാനത്തിനും തട്ടാത്തിക്കാനത്തിനുമിടയിൽ പത്രവിതരണ വാഹനം 300 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞ അപകടത്തിൽ പരിക്കേറ്റ വാഹന ഡ്രൈവർ പീരുമേട് പാമ്പനാർ സ്വദേശി അഗസ്റ്റിൻ സെബാസ്റ്റിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വാഹനവും ഡ്രൈവറെയും കണ്ടെത്താനായത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടന്നത്. കോട്ടയത്ത് നിന്ന് പത്രവുമായി എത്തിയ പിക്കപ്പ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിയന്ത്രണം നഷ്ടമായ വാഹനം 300 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വാഹനവും ഡ്രൈവറെയും കണ്ടെത്താനായത്. രാവിലെ പീരുമേട് പാമ്പനാർ മേഖലകളിൽ പത്രം എത്താത്തതിനെ തുടർന്ന് ഏജന്റുമാർ അന്വേഷണം നടത്തി. തുടർന്ന് ഇവർ പോലീസിൽ വിവരമറിയിച്ചു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം അപകടത്തിൽപ്പെട്ട വിവരം അറിയുന്നത്. പുലർച്ചെ 5 മണിയോടെയാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലെ ഡ്രൈവറെ പുറത്തെടുത്തത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ അതിസാഹസികമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ പീരുമേട് പാമ്പനാർ സ്വദേശി അഗസ്റ്റിൻ സെബാസ്റ്റിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീരുമേട് അഗ്നിരക്ഷാസേന ഓഫീസർ VN സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P ബിനുകുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സനൽ PS, ബൈജു GP, സന്തോഷ് PK, TM ജിസ്മോൻ, ജസ്റ്റിൻ തോമസ്, മഹേഷ് മാധവൻ, A അൻഷാദ്, SR അഭിജിത്ത്, R രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കട്ടപ്പനയിൽ PSC ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 4 നിലകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി. അമ്പലക്കവലയിൽ 20 സെന്റിൽ 7.5 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. കൂടാതെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാന നിർമ്മാണവും പൂർത്തിയായി. ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കട്ടപ്പന നഗരത്തിന്റെ വികസനത്തിന് ഇത് വൻ കുതിപ്പാകും. ഒരേ സമയം 200 പേർക്ക് പരീക്ഷയ്ക്കിരിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുള്ള ഓൺലൈൻ പരീക്ഷാ ഹാൾ, അതിഥി മുറി, അഭിമുഖ ഹാൾ, റിക്രൂട്ട്മെന്റ് വിംഗ്, സർവീസ് വെരിഫിക്കേഷൻ വിംഗ്, പരീക്ഷാ വിഭാഗം, ശൗചാലയ സമുച്ചയം, ഫ്രണ്ട് ഓഫീസ് തുടങ്ങിയവ PSC ഓഫീസിലുണ്ടാകും. മന്ത്രി റോഷി അഗസ്റ്റിന്റെയും LDF നേതാക്കളുടെയും ഇടപെടലുകളാണ് ഉദ്യോഗാർത്ഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അമ്പലക്കവലയിൽ ഇപ്പോൾ ജില്ലാ PSC ഓഫീസ് 5 നില കെട്ടിടം പൂർത്തീകരിച്ച് വരുവാണ്. 5ാമത്തെ നില ഏതാണ്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് കൂടെ കഴിഞ്ഞാൽ, വയറിങ്ങും പ്ലംബിങ്ങും ഫ്ലോറിൻ്റെ വർക്കും കൂടെ കഴിഞ്ഞാൽ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും. ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എംപ്ലോയബിലിറ്റി സെൻ്ററാണ്. 2 ജില്ലകളുടെ എംപ്ലോയബിലിറ്റി സെൻ്ററാണ്. അത് ഏതാണ്ട് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു. ടൈൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ അമ്പലക്കവലയിൽ ഫയർ സ്റ്റേഷനിലുള്ള പണം അനുവദിക്കപ്പെട്ട് ബഡ്ജറ്റ് ഇപ്പോൾ അതിൻ്റെ പ്ലാൻ അപ്രൂവ് ആയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചാൽ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഉടൻ തന്നെ നടത്താൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ വികസന പ്രവർത്തനമാണ് ഗവൺമെൻറ് നേതൃത്വത്തിൽ നടക്കുന്നത്. കട്ടപ്പനയിൽ നമുക്കറിയാം, എല്ലാ റോഡുകളും, ഒട്ടുമുക്കാലും റോഡുകൾ, റിംഗ് റോഡുകൾ എല്ലാം ഇപ്പം ടെൻഡറായിട്ടുണ്ട്. ടെൻഡർ പൂർത്തീകരിച്ച് അതിൻ്റെ എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പണികൾ തുടങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഈ കട്ടപ്പന മേഖലയിലും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെ
ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ റോഡിൻ്റെ വികസനം, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, സ്കൂള്, ആശുപത്രികൾ, സർക്കാർ കെട്ടിടങ്ങളുടെയൊക്കെ നിർമ്മാണത്തിൽ, അതിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിട്ടുള്ളത്. 2024 ബജറ്റിലാണ് പുതിയ കെട്ടിടം പ്രഖ്യാപിച്ചത്. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് ഭരണാനുമതിയും ഫണ്ടും ലഭ്യമാക്കുകയായിരുന്നു. സംസ്ഥാന ബജറ്റിൽ ഇടുക്കി ജില്ലയെ പൂർണ്ണമായി അവഗണിച്ചുവെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്. കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതികളൊന്നുമില്ല. കാലാവധി അവസാനിക്കാറായ സർക്കാരിന്റെ തുരങ്കപാത പ്രഖ്യാപനം തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസംഗമായിട്ട് മാത്രമേ ഈ ബഡ്ജറ്റിനെ കണക്കാക്കാൻ പറ്റൂ. കട്ടപ്പനയിൽ നിന്ന് തേനിക്ക് തുരങ്കപാത ഉണ്ടാക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു തമാശയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. 1 മാസം മാത്രം കാലാവധിയുള്ള ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ നിൽക്കാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷിയിടങ്ങളും വനപ്രദേശവുമായിട്ട് വേർതിരിക്കുന്നതിന് ഫെൻസിങ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല. കിടങ്ങുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് സാധ്യമാകുന്ന പദ്ധതികളൊന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള പ്രശ്നം എന്താണ്? കൃഷിക്കാർ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ താമസിക്കുന്നവരെല്ലാം ഇവിടെ നിന്ന് പയ്യെ കുടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ, ചെറുപ്പക്കാർ മുഴുവനും ഈ പ്രദേശത്ത് നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൊഴിൽ സാധ്യതയില്ല. ആ തൊഴിൽ സാധ്യതയില്ലാത്ത ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ജനവിഭാഗത്തിന് അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയെങ്കിലും ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏലം, കുരുമുളക് അതുപോലെയുള്ളതായ നിരവധിയായിട്ടുള്ള നാണ്യവിളകൾ ഈ ഹൈറേഞ്ച് അല്ലെങ്കിൽ ഇടുക്കി ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്താണ്. അതുപോലെ തന്നെ റബ്ബർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ്. പക്ഷേ ഇത് പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ നമുക്കറിയാം. അതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ വരൾച്ച മൂലമോ അല്ലെങ്കിൽ പ്രളയം മൂലമോ നഷ്ടപ്പെട്ടിട്ടുള്ള ഈ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സഹായം കൊടുക്കുന്നതിനുള്ള ഒരു കാര്യവും ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരുന്നതല്ല. 2 ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രസംഗമല്ല അവിടെ നടന്നിരിക്കുന്നത്. വെറുതെ രാഷ്ട്രീയ പ്രസംഗം, അതിനപ്പുറത്ത് ഇതിനെ നമുക്ക് കാണാൻ പറ്റിയില്ല. കട്ടപ്പന ടൗണിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി മുടക്കം പതിവാകുന്നതിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത്. തുടർച്ചയായി വൈദ്യുതി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതിനെതിരെ വ്യാപാരികൾ KSEB ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അടിക്കടി കട്ടപ്പന ടൗണിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. വൈദ്യുതി തടസ്സം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ 2 തവണ KSEB ഓഫീസിൽ എത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു. ഇതേ തുടർന്നാണ് അംഗങ്ങൾ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പനയിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം വളരെയധികം ബുദ്ധിമുട്ട് വ്യാപാര സമൂഹത്തിന് മുഴുവൻ ഉണ്ടാകുന്നു. കട്ടപ്പനയിൽ 1300ഓളം വരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളുണ്ട്. ഇതിൽ ചെറുതും വലുതുമായ വളരെയധികം കച്ചവടക്കാരുണ്ട്. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന, ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന തയ്യക്കടകൾ, ചെറിയ സ്റ്റേഷനറി കടകളിലും ഒക്കെ ഈ വൈദ്യുതി പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു ഭാഗം മാത്രമായിട്ടല്ല ഇവിടെ പോകുന്നത്, മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഒരു ഭാഗമായിട്ടല്ല, എല്ലാ ഭാഗവും പോകുന്ന ഒരവസ്ഥ. ഇത് വളരെയധികം ബുദ്ധിമുട്ടും. മാസങ്ങളായിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പരിപാടി അത് കൃത്യതയോടുകൂടി ഇവർ ഓരോ ഭാഗങ്ങളും കൃത്യമായി കണ്ട് ഇത് ചെയ്യുവാൻ ശ്രമിച്ചാൽ പൂർണ്ണമായിട്ട് ഇതിന് ഒരു പരിധി വരെ മാറ്റം വരുത്താൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു. ഇവിടെ ഈ ഓഫീസിൽ അന്ന് ഒരു മനുഷ്യർ പോലും ഇത് നിവേദനം കൈപ്പറ്റുവാനില്ലായിരുന്നു.
വേറെ സബ് എഞ്ചിനീയറെ അവസാനം ഏൽപ്പിച്ചിട്ടു. ഇന്നും അതേ സ്ഥിതി തന്നെയാണ്. ഇത് മാറ്റമുണ്ടാകണം. ഇത് കൃത്യമായിട്ട് മാറിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായ സമര പരിപാടികളുമായിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് പോകും. കട്ടപ്പന യൂണിറ്റ് ഉറപ്പായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. പലതവണ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്നും സമാനമായ സ്ഥിതി തുടരുകയാണെങ്കിൽ ശക്തമായ സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, രാജേന്ദ്രക്കുറുപ്പ്, ബൈജു വേമ്പേനി, രമണൻ പടന്നയിൽ, ശ്രീകുമാർ മണി, വിൽസൺ ജോർജ്, സണ്ണി കാക്കാനി, ഷമേഷ് കെ ജോർജ്, റജി വാട്ടപ്പള്ളിൽ, റോസമ്മ മൈക്കിൾ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. തകർച്ച നേരിടുന്ന പ്രാദേശിക ടൂറിസം മേഖല പുനരുജ്ജീവിപ്പിക്കുന്നതിന് പദ്ധതിയുമായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ ആസ്ഥാന പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് സമഗ്ര പ്രവർത്തനങ്ങൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് തുടക്കമിടുന്നത്. ഇതിനു മുന്നോടിയായി ആലോചനാ യോഗം സംഘടിപ്പിച്ചു. ജില്ലയിലെ ടൂറിസം മേഖലയിലെ നിലവിലെ പ്രതിസന്ധികളെ മറികടക്കുകയും അവഗണിക്കപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തിരിച്ചുപിടിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഹോം സ്റ്റേകളും ടൂറിസം കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തി സമഗ്ര ടൂറിസം മാപ്പ് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. ഇതിലൂടെ പ്രദേശത്തെ ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച സന്ദർശകർക്ക് സൗകര്യപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കാനാണ് തീരുമാനം. വനംവകുപ്പിന്റെയും KSEBയുടെയും കീഴിലുള്ള ഭൂമികളിൽ ടൂറിസം സാധ്യതകൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തുന്നതും പുതിയ സംരംഭങ്ങൾ കൊണ്ടുവന്ന പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് നൽകുന്നതും പദ്ധതിയിൽ ഉൾപ്പെടും. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളിലെ ആളുകളെ ഉൾപ്പെടുത്തി വരുന്ന 24-ാം തീയതി വിപുലമായ യോഗം ചേർന്ന് പദ്ധതിക്ക് പൂർണ്ണ രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു വിഷയമാണ് ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖല. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചും ബ്ലോക്ക് പഞ്ചായത്തിലെ പരിധിയിൽ വരുന്ന ഓരോ ജനങ്ങളെ സംബന്ധിച്ചും അവരുടെ ജീവിതങ്ങൾക്ക് ഏറ്റവും അധികം ജീവിതത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഊന്നൽ നൽകുന്ന ഒരു മേഖലയായിരിക്കും വിനോദസഞ്ചാര മേഖല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ രീതിയിലുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഏത് മാർഗങ്ങളും സ്വീകരിക്കാനും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ടാവുന്ന രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകി മുന്നോട്ട് പോകുവാനാണ് നിലവിലത്തെ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രാരംഭഘട്ടം എന്നോണം ബ്ലോക്ക് പഞ്ചായത്തിന് പരിധിയിൽ വരുന്ന ടൂറിസം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങളെയും നേരിൽ കാണുവാനും സംസാരിക്കുവാനും ഒരു വലിയ ആലോചനാ യോഗം തന്നെ വലിയൊരു യോഗം തന്നെ നടത്തുവാനും ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ചിന്നി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു നിള, VA ഉലഹന്നാൻ, സ്റ്റീഫൻ ജോർജ്, മാത്യു സെബാസ്റ്റ്യൻ, സോണ ജോബി, അജിത് കുമാർ, BDO ഷൈജമോൾ, ജോയിന്റ് BDO ജയരാജ് എന്നിവർ സംസാരിച്ചു. പ്രാദേശിക ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ തൊഴിൽ സാധ്യതകളും വരുമാനവും വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത്. രാജാക്കാട് എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാനത്ത് റോഡ് ഉപരോധിച്ചു. യാത്രാ ദുരിതം നേരിടുന്ന മുല്ലക്കാനം സാൻചോ കോളേജിലെ വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. മലയോര ഹൈവേയുടെ ഭാഗമായി എല്ലക്കൽ മുതൽ മുല്ലക്കാനം വരെ 5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡും എല്ലക്കല്ലിൽ മുദ്രപ്പുഴയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നതിനായി 39 കോടി രൂപ അനുവദിച്ച് 3 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ചതാണ്. 2 വർഷത്തിനുള്ളിൽ തീരേണ്ട നിർമ്മാണം 3 വർഷം പിന്നിട്ടിട്ടും തീരാത്ത സാഹചര്യത്തിലാണ് മുല്ലക്കാനം എല്ലക്കൽ റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച പ്രത്യക്ഷ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തത്. 1ാം ഘട്ടമായിട്ടാണ് തേക്കിൻകാനം ജംഗ്ഷനിൽ ഉപരോധം സംഘടിപ്പിച്ചത്. മൂന്ന് വർഷമായി ഗവൺമെന്റ് ITI, സാൻജോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഗതാഗത സൗകര്യമില്ലാത്തത് ഈ സ്ഥാപനങ്ങളിലെ അഡ്മിഷനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. സമരസമിതി കൺവീനർ VK മാത്യു അധ്യക്ഷനായിരുന്നു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ സാൻജോ കോളേജിന്റെ ഒരു ഗേറ്റ് പൊളിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു വാക്ക് 3 മാസത്തിനുള്ളിൽ ആ കോളേജിന്റെ ഒരു കവാടം അവിടെ പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു. മനസാലെ മാനേജ്മെന്റ് അത് നമ്മുടെ റോഡിന് വേണ്ടിയാണ് ഒരു നല്ല കൈനീട്ടി അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തോടും കൂടി ചെയ്തൊരു പണിയാണ്. പക്ഷെ അത് മാത്രമല്ല, 3 വർഷക്കാലമായി ഈ റോഡ് പൊളിച്ചതിന് ശേഷം കൊച്ചു കുട്ടികളെ അംഗൻവാടിയിൽ വിടാന്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതിന്, ദൈനംദിന കാര്യങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു എല്ലക്കൽ മുതൽ മുല്ലക്കാനം അല്ലെങ്കിൽ രാജാക്കാട് വരുന്നതിനുള്ള ആളുകൾ.
അവരുടെ സങ്കടവും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. ടെക്നിക്കൽ പരമായി എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായെങ്കിൽ സർക്കാർ തന്നെ അത് മുന്നിട്ട് നടത്തേണ്ടതായിരുന്നു. പക്ഷെ 3 വർഷക്കാലമായി ഇനിയും നമ്മൾ നോക്കി നിന്നാൽ ഇത് വലിയ ഒരു സങ്കടത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് സംശയമില്ല. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്, സമിതി കൺവീനർ ബാബു കൊച്ചുപുര, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിബിൻ സി അഗസ്റ്റിൻ, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TM രതീഷ്, സമിതി രക്ഷാധികാരി ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, ജോസഫ് വട്ടോത്ത, ജോഷി കന്യാക്കുഴി, ബാബു വെട്ടിക്കാട്ട്, അജയൻ മാടപ്പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന കടുത്ത വിവേചനവും അവഗണനയും തുറന്നുകാട്ടുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് KJ ബെന്നി പറഞ്ഞു. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളവും ഉൾപ്പെടുന്നുവെന്ന വസ്തുത പോലും ബോധപൂർവം വിസ്മരിച്ച നിലപാടാണ് ബജറ്റിൽ പ്രതിഫലിച്ചത്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അവഗണനാപരമായ സമീപനം കേരളത്തിന്റെ വികസനത്തെ മനഃപൂർവ്വം തടയുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകുമെന്ന് പറഞ്ഞ BJP വലിയ സ്പെയിനൊക്കെ തിരുവനന്തപുരത്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ കേരളം എന്നുപോലും കരുതാത്ത രൂപത്തിലുള്ള അത്ര കടുത്ത അവഗണനയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യമടക്കം വിവിധങ്ങളായ പദ്ധതികൾ ഇതിൽ കേരളത്തെ അവഗണിച്ചു പോകുന്ന മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും ഇത്തരം സമരങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സമരം പോലും ഉയർന്നു വരുന്നില്ല എന്നുള്ളത് വളരെ വിരോധാഭാസമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ, കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, നേതാക്കളായ ജോയി ഇഴക്കുന്നേൽ, ജോസ് മുത്തനാട്ട്, സിബി പാർപ്പായ്, ഷാജി വെള്ളമാക്കൽ, ജയ്മോൻ കൊഴിമല, ജോസ് ആനക്കല്ലിൽ, പ്രശാന്ത് രാജു, ബിജു പൊന്നോലി, PS മേരിദാസൻ, എബ്രഹാം പന്തമാക്കൽ, സന്തോഷ് ഓലിനാൽ, KT ജയൻ, ലിസി ജോണി, സണ്ണി മൂഴയിൽ, പൊന്നപ്പൻ അഞ്ചപ്ര, ജോണി വടക്കേക്കര, ഷാജൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യം ആനന്ദം ക്യാമ്പയിന്റെ 2ാം ഘട്ടമായ വൈബ് ഫോർ വെൽനസ് പ്രോഗ്രാമിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ശനിയാഴ്ച നെടുങ്കണ്ടത്ത് നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA M. മണി നിർവഹിക്കും. ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ നല്ല ഭക്ഷണം, മതിയായ വ്യായാമം, നല്ല ഉറക്കം, ശരിയായ പരിചരണം എന്നീ 4 പ്രധാന സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ച പുതുതലമുറയ്ക്ക് ഭീഷണി ആയേക്കാവുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുകയാണ് വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടമായി സെമിനാറുകളും കലാകായിക പരിപാടികളും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും പൊതുസമൂഹത്തിലും നടത്താനാണ് ലക്ഷ്യം. ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമായ 4 പ്രധാന സന്ദേശങ്ങളാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിനിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. 1. ആരോഗ്യകരമായ ഭക്ഷണം, മതിയായ വ്യായാമം, കൃത്യമായ ഉറക്കം, അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം. ഈ കാര്യങ്ങളിലൂടെ നമുക്ക് നിലവിൽ വെല്ലുവിളിയായി നിൽക്കുന്ന അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വെല്ലുവിളിയായേക്കാവുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ക്യാമ്പയിൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ്റെ നമ്മുടെ പാമ്പാടുംപാറ ബ്ലോക്ക് തല പ്രോഗ്രാം നമ്മുടെ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെയും NHM ആരോഗ്യ കേരളം ഇടുക്കിയുടെയും സഹകരണത്തോടു കൂടി നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി 7-ാം തീയതി രാവിലെ 10 മണിക്ക് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്നും ഒരു ആരോഗ്യ സന്ദേശ റാലിയോടുകൂടി ആരംഭിച്ച് കിഴക്കേക്കവലയിൽ വന്ന് നമ്മുടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചൊരു പൊതുസമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ശ്രീ M. മണി സാറ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പരിപാടിയുടെ പാമ്പാടുംപാറ ഹെൽത്ത് ബ്ലോക്ക് തല ഉദ്ഘാടനം ആരോഗ്യ സന്ദേശ റാലിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഗ്രൗണ്ടിൽ രാവിലെ 10-ന് നെടുങ്കണ്ടം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെർലിൻ വീസ്കറിയ ഫ്ലാഗ് ഓഫ് ചെയ്യും. റാലിയിൽ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ള ജനങ്ങളും പങ്കെടുക്കും. തുടർന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ ഉടുമ്പൻചോല MLA M. മണി ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, DMO ഡോക്ടർ സതീഷ് KN, ഡെപ്യൂട്ടി DMO ഡോക്ടർ സുരേഷ് വർഗീസ്, DPM ഡോക്ടർ ഖായസ് EK, ജില്ലാ പഞ്ചായത്ത് അംഗം തിലോത്തമ സോമൻ തുടങ്ങി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പങ്കെടുക്കും. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിലി M, ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അനിത ടോം, ഹെൽത്ത് സൂപ്പർവൈസർ ഷാജിമോൻ വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് AG, സന്തോഷ് R, നാഷണൽ ഹെൽത്ത് മിഷൻ ബ്ലോക്ക് PRO ജോബി ജോസഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
കുമളി ടൗണിൽ കുളത്തുപാലം മുതൽ ഹോളിഡേ ഹോം വരെയുള്ള ഭാഗത്തെ അനധികൃത വഴിയോര വ്യാപാര സ്ഥാപനങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് നേതൃത്വം. ടൗണിൽ തിരക്കേറിയ ഈ ഭാഗത്തെ നടപ്പാതകൾ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക കടകൾ ഒഴിപ്പിക്കണമെന്നാണ് ആവശ്യം. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ നടപ്പാതകൾ കയ്യേറിയാണ് ഇവിടെ അനധികൃത വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് പരാതി. പഞ്ചായത്ത് ലൈസൻസോ ആരോഗ്യവകുപ്പിന്റെ അനുമതികളോ ഇല്ലാതെ വ്യാപകമായ രീതിയിൽ പെട്ടിക്കടകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. നടപ്പാതകൾ കയ്യേറിയതോടെ കുമളി സർക്കാർ ആശുപത്രിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. ഇത് വലിയ അപകടങ്ങൾക്കും കാരണമാകും. ഈ ഭാഗത്തെ തട്ടുകടകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുണ്ട്. ഇത്തരം വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കുമളി യൂണിറ്റ് ഭാരവാഹികളുടെ ആവശ്യം. കുമളി ഗവൺമെൻറ് ആശുപത്രി പടിക്കൽ മുതൽ ഏകദേശം പഞ്ചായത്ത് ഓഫീസിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ വരെ നിരവധി അനധികൃത കടകൾ പ്രവർത്തിക്കുകയാണ്. താൽക്കാലിക തട്ടുകടകളുടെ പേരിൽ സ്ഥാപിക്കുന്ന ഈ കടകൾ സീസൺ കച്ചവടത്തിൻ്റെ പേരിലാണ് സ്ഥാപിച്ചതെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും പൊളിച്ചു നീക്കാതെ പുതിയ പുതിയ കടകൾ സ്ഥാപിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നടപ്പാത കയ്യേറിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ NHന്റെ അധികാരികളും ഇടപെട്ട് ഇത് പൊളിച്ചു നീക്കി കുമളി ഗവൺമെൻറ് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ ആ മേഖലകളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരുന്ന ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലേക്ക് ആ ഫുട്പാത്ത് സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നിട്ട് ഇറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അടിയന്തരമായി പഞ്ചായത്ത് അധികൃതരും ദേശീയപാത അധികൃതരും വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം സമരമാർഗങ്ങൾ ആരംഭിക്കേണ്ടി വരുമെന്നും നേതാക്കൾ അറിയിച്ചു. ജോയിന്റ് കൗൺസിൽ കട്ടപ്പന മേഖലാ സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും വിഹിതം ഈടാക്കുന്നത് ഒഴിവാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ സാമ്പത്തിക വിഹിതം നിഷേധിച്ചുകൊണ്ട് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, ക്ഷാമബത്ത, അഷ്വേഡ് പെൻഷൻ, SBA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുമെന്ന സംസ്ഥാന സർക്കാർ ബജറ്റ് പ്രഖ്യാപനം സ്വാഗതാർഹമാണ്. എന്നാൽ ശമ്പള പരിഷ്കരണം, ക്ഷാമബത്ത, കുടിശ്ശിക എന്നിവയുടെ മുൻകാല പ്രാബല്യം ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റഷ്യയുമായിട്ട് നമ്മൾ വ്യാപാര ബന്ധം ഉണ്ടാക്കി എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലാതാക്കുകയും അത് അമേരിക്കൻ കമ്പനികളുടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മുടെ രാജ്യത്തെ നിർബന്ധമാക്കുകയും ചെയ്യുക. പിന്നീട് വന്ന പ്രഖ്യാപനം ഇനി ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യില്ല ഇന്ത്യ, അതും പ്രഖ്യാപിച്ചതാരാ? ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇത്തരത്തില് ലോകത്തെ ആകമാനം നിയന്ത്രിക്കുന്ന ലോക ഭരണാധികാരിയായിട്ട് മാറുകയാണ്. 2002 മുതൽ വെനിസ്വേലിയൻ പ്രസിഡന്റായിരുന്ന ഹ്യൂഗോ ഷാവോസിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പരിശ്രമം അമേരിക്കയുടെ ഭാഗത്തുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല. അതുകൊണ്ട് ലോകത്ത് തന്നെ 18% വരുന്ന എണ്ണ നിക്ഷേപം വെനിസ്വേലിയൻ മണ്ണിലാണ്. അപ്പോൾ ആ എണ്ണ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ടായിരുന്നു അമേരിക്ക വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി വന്നത്. മേഖലാ പ്രസിഡന്റ് മനോജ് ജോസഫ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KV സാജൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി പ്രദീപ് രാജൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ അഞ്ജന CP കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ PT ഉണ്ണി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഇടുക്കി DCC ജനറൽ സെക്രട്ടറിയായി മനോജ് മുരളിയെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA നോമിനേറ്റ് ചെയ്തതായി KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. KSU ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, KPCC സാംസ്കാരിക സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നിലവിൽ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും കട്ടപ്പന നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അടിമാലി മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനാനന്തരം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഓൺലൈൻ വ്യാപാരം, വഴിയോര കച്ചവടം, ടാക്സ് സംബന്ധമായ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങി വസ്ത്രവ്യാപാര മേഖല വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിമാലി മരങ്ങാട്ട് റെസിഡൻസിയിലായിരുന്നു കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അടിമാലി മേഖലാ സമ്മേളനം നടന്നത്. അഡ്വക്കേറ്റ് A രാജ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനാന്തരം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സംഘടനാ മേഖലാ പ്രസിഡന്റായി സനൂപ് ലിലി, ജനറൽ സെക്രട്ടറിയായി പോൾ ദേവസ്യ, ട്രഷററായി റഹീം ഇക്കരക്കുടി, വൈസ് പ്രസിഡന്റായി രഞ്ജിത്ത് ആന്തിയാട്ട, ജോയിന്റ് സെക്രട്ടറിയായി ഷിലികുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. മേഖലാ സമ്മേളനത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ
മേഖല പ്രസിഡൻ്റായി ശ്രീ സനൂപ് ലിലിയും, സെക്രട്ടറിയായി പോൾ ദേവസിയും, ട്രഷററായി ശ്രീ റഹീം ഇക്കരക്കുടിയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നടന്ന വനിതാ വിങ് തിരഞ്ഞെടുപ്പിൽ നിഷ ഡാസിൽ പ്രസിഡൻ്റാകുകയും സെക്രട്ടറിയായി ബിന്ദു നാഗലോടിയെ, അതുപോലെ ട്രഷററായി ലയാമോളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓൺലൈൻ വ്യാപാരം, വഴിയോര കച്ചവടം, ടാക്സ് സംബന്ധമായ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങി വസ്ത്രവ്യാപാര മേഖല വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും വലിയ തൊഴിൽദായകരായ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻറ്റ്സ് അസോസിയേഷൻ തൊഴിലിടങ്ങളിൽ തൊഴിൽ പരിരക്ഷ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതിൽ ഏറ്റവും വലിയൊരു വിഷയമാണ് വഴിയോര കച്ചവടം. ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇതുപോലുള്ള നിരവധിയായ പ്രതിസന്ധി വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായ പട്ടാഭിരാമൻ അവറുകളും, അതുപോലെ സംസ്ഥാന സെക്രട്ടറി കണ്ണനും, സംസ്ഥാന ട്രഷറർ MN ബാബുവും വലിയൊരു നിവേദനം ഗവൺമെൻറ്റിന് മേൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, കച്ചവടം വളരെ കുറവാണ്. നമ്മൾ ഈ ടാക്സ്, ഇൻഷുറൻസ്, അതേപോലെ സ്റ്റാഫുകൾ, ഓരോ കടയിലും ഇത്ര സ്റ്റാഫുകൾ, അതേപോലെ കറണ്ട്, മറ്റേ ലേബർ രജിസ്ട്രേഷൻ, ഇതെല്ലാം എടുത്ത് പഞ്ചായത്ത് ടാക്സും അടച്ച് ലൈസൻസും എടുത്ത് നമ്മൾ ഈ കച്ചവടം ചെയ്യുമ്പം ഈ നമ്മുടെ വാതൊക്കെ തന്നെ അടിമാലി ടൗണിൻ്റെ ട്രാഫിക്കിൽ ഇത്രയും ഭയങ്കരമായിട്ട് ട്രാഫിക് വരുന്നത് ഇവിടുത്തെ കച്ചവടം വഴിവാണിപ്പം തന്നെയാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് ഈ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റണം. സംഘടനയുടെ വനിതാ വിംഗ് മേഖലാ പ്രസിഡന്റായി നിഷ ഡാസിൽ, സെക്രട്ടറി ബിന്ദു നാഗലോടി, ട്രഷററായി ലയാമോൾ MDയെയും തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ 5ാമത് ജില്ലാ സമ്മേളനം 6 മുതൽ 8 വരെ രാജാക്കാട് SNDP ഗ്രൗണ്ടിൽ നടക്കും. സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6-ാം തീയതി രാവിലെ 9:30-ന് കുമളിയിൽ നിന്നും ജലീൽ കുമളി, ബിജു ഉടുമ്പൻചോല എന്നിവർ നയിക്കുന്ന പതാക ജാഥ ആരംഭിക്കും. 7-ന് ഉച്ചയ്ക്ക് 1-ന് ഇരുമ്പപാലത്ത് നിന്ന് ഷാജി അടിമാലി, ജോയ്സ് ഇരുമ്പപാലം, ജോൺ മാലിക്കുടി എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിമര ജാഥ ആരംഭിക്കും. വൈകിട്ട് 5-ന് രാജാക്കാട് SNDP ഗ്രൗണ്ടിൽ ജില്ലാ സെക്രട്ടറി എൽദോസ് ചൈത്ര പതാക ഉയർത്തും. തുടർന്ന് പ്രതിനിധി സമ്മേളനം നടക്കും. 5ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം 6, 7, 8 തീയതികളിൽ രാജാക്കാട് വെച്ച് നടക്കുകയാണ്. 6-ാം തീയതി തേക്കടിയിൽ നിന്നും ആരംഭിക്കുന്ന പതാക ജാഥയും 7-ാം തീയതി ഇരുമ്പുപാലത്ത് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥയും സമ്മേളന നഗരിയിൽ 7-ാം തീയതി വൈകിട്ട് എത്തിച്ചേരുകയും വൈകുന്നേരം 4:30-ന് പതാക ഉയർത്തി സമ്മേളന പരിപാടി ആരംഭിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്നത്. അതിനുശേഷം പുതിയ തിരഞ്ഞെടുപ്പും റിപ്പോർട്ട് അവതരണവും എല്ലാം നടത്തി സംഘടനാ ചർച്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ 8-ാം തീയതി രാവിലെ 10 മണിക്ക് സംഘടനയുടെ കുടുംബാംഗങ്ങളുടെ കുടുംബ സംഗമമാണ് നടക്കുന്നത്. കുടുംബ സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കി അധ്യക്ഷത വഹിക്കുന്നതും ജില്ലാ ഓഫീസ് ചുമതലയുള്ള സെക്രട്ടറി ഫൈസൽ വെള്ളത്തുവൽ സ്വാഗതം ആശംസിക്കുന്നതുമാണ്. സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഷംസുദ്ദീൻ മലപ്പുറമാണ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തത്. 8-ാം തീയതി രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷൻ നടക്കും. 10:30-ന് ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കുടുംബസംഗമം സംസ്ഥാന ട്രഷറർ ഷംസുദ്ദീൻ മലപ്പുറം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ഓഫീസ് സെക്രട്ടറി ഫൈസൽ വെള്ളത്തുവൽ, സംസ്ഥാന സെക്രട്ടറി VR ജയൻ, സംസ്ഥാന ഭാരവാഹികളായ കോയാമു, NM ജോർജ്, ജയചന്ദ്രൻ കോട്ടയം, ഷൈൻ രാജാക്കാട് തുടങ്ങിയവർ സംസാരിക്കും. 2 മണിക്ക് മജീഷ്യൻ MP ജോൺ അവതരിപ്പിക്കുന്ന മാജിക് ഷോ നടക്കും. 3:30-ന് രാജാക്കാട് ടൗണിൽ പ്രകടനവും നടക്കും. വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കി പാറത്തോട് അധ്യക്ഷത വഹിക്കും. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ ഭാരവാഹികൾ സംസാരിക്കും. വൈകിട്ട് 7:30-ക്ക് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേളയും ഒരുക്കിയിട്ടുണ്ടെന്ന ഭാരവാഹികളായ ജോർജ് വർക്കി, ജമാൽ ഇടശ്ശേരിക്കുടി, ഫൈസൽ വെള്ളത്തുവൽ, ബിജു ഇടുക്കാർ, സിനോജ് ചെറുതാനി, സിജു റോയൽ, KA ഗോപിനാഥ് എന്നിവർ അറിയിച്ചു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച കുമളിയിൽ സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3 മണി വരെ കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ക്യാമ്പ് നടക്കുക. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയൻ, കുമളി സഹിജ്യോതി കോളേജ്, കൊച്ചുകുടിയിൽ ഇലക്ട്രിക് ഷോപ്പ് എന്നിവർ സംയുക്തമായാണ് പരിപാടിക്ക് പിന്നിൽ. ചികിത്സാ രംഗത്ത് പ്രശസ്തമായ ചെങ്ങന്നൂർ കല്ലിശ്ശേരി KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധ പരിശോധനകളും മെഡിക്കൽ സേവനങ്ങളും ക്യാമ്പിൽ തികച്ചും സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കൊച്ചുകുടിയിൽ ഇലക്ട്രിക്കൽസ് കുമളി
എന്നിവയുടെ സഹകരണത്തോടെയാണ് തികച്ചും സൗജന്യമായിട്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹൃദയം, കണ്ണ്, നാഡി, അസ്ഥി, ഉദരം, മൂത്രാശയ സംബന്ധമായ മറ്റ് പൊതുവായതുമായ 10-ലധികം വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് പരിശോധനയും രോഗനിർണയവും നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ സീനിയർ ചേംബർ കുമളി ലീജൻ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഒ ചെറിയാൻ, സെക്രട്ടറി MS നൌഷാദ്, ട്രഷറർ ജിജി ജെ പടിയറ, നാഷണൽ കോർഡിനേറ്റർ ലാലു TS, പ്രോഗ്രാം കോർഡിനേറ്റർ ഫിലിപ്പ് കുര്യാക്കോസ്, വൈസ് പ്രസിഡന്റ് ജോയി ഇരുമേട എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 812994 064 9746 41 0570 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന KR സുകുമാരൻ നായർ അനുസ്മരണം തൂക്കുപാലത്ത് നടന്നു. ഹൈറേഞ്ചിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു KRS എന്ന KR സുകുമാരൻ നായർ. സാമൂഹ്യ, സാംസ്കാരിക, സാമുദായിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന KR സുകുമാരൻ നായരുടെ 6ാം ചരമവാർഷിക ദിനമാണ് നടന്നത്. തൂക്കുപാലം NSS ഓഡിറ്റോറിയത്തിൽ രാവിലെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കല്ലാറിൽ നിന്ന് വരുന്ന ആളുകളുടെ ഒരു പ്രത്യേക കൂട്ടായ്മയാണ്. അവരെ മുണ്ടിയർമ സ്കൂളിൽ പഠിച്ചവരാണ്. അതിലൊരു ഡീരിപ്പോസ് ഉണ്ട്, മറ്റ് ആളുകളെയൊക്കെ ഞാൻ ഓർക്കുന്നു. അവരൊരു പ്രത്യേക ഒരു കൂട്ടായ്മയാണ്. കട്ടപ്പന സ്കൂളിൽ നിന്ന് പഠിച്ചവരുണ്ട്, അവർ വേറൊരു കൂട്ടായ്മയാണ്. ഉപ്പുറയിൽ നിന്ന് പഠിച്ചു വന്നവരുണ്ട്, അവർ വേറൊരു കൂട്ടായ്മയാണ്. ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വരുന്ന ഒരു സമയത്താണ് ഞാൻ സുകുമാരനാരെ കാണുന്നത്. സുകുമാരനാരെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തടിച്ച ശരീരമുള്ള ആളല്ല. വളരെ വെളുപ്പ് മെലിഞ്ഞ് ഒരു പ്രീഡിഗ്രി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങളൊക്കെ സംഘടിപ്പിച്ച് നോക്കുക. പൊതുകാര്യങ്ങൾ അത്ര താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നവരും ഉണ്ടാകുന്നതായിരുന്നു സുകുമാരനാരുടെ ഉണ്ടായിരുന്നു. യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി ഗല്ലാർ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് MN ഗോപി, മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, KS അനിൽകുമാർ, VM സാലി, KR ഉണ്ണികൃഷ്ണൻ നായർ, മിനി പ്രിൻസ്, ഷിഹാബ് ഇട്ടിക്കൽ, സിന്ധു സുകുമാരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് ചികിത്സാ സഹായ വിതരണവും നടന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി KA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള ആളുകൾ, ഉദ്യോഗസ്ഥർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നത്. യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് വാർഷിക പദ്ധതി തയ്യാറാക്കും. ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി KA യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ഇലിപ്പുലിക്കാട്ട് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജോസ് മംഗലത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഹൈറേഞ്ചിലെ ആദ്യകാല ദേവാലയമായ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ കനികാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിനാണ് കൊടിയേറിയത്. 6, 7, 8 തീയതികളിലായാണ് തിരുനാൾ നടക്കുക. ഫെറോന വികാരി ഫാദർ ജോസ് മംഗലത്തിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും ഫാദർ ജോർജ് പുല്ലാന്തനാൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഇടവകയിലെ എല്ലാ വീടുകളിലേക്കും കഴിഞ്ഞുകൊണ്ടുപോയി. 6-ാം തീയതി വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കും. രാവിലെ 6:30 വിശുദ്ധ കുർബാന നടക്കും. ഉച്ചകഴിഞ്ഞ് 4:30 എല്ലാ കൂട്ടായ്മകളിൽ നിന്നും കഴിഞ്ഞ പ്രദക്ഷിണം പള്ളിയിലെത്തും. തുടർന്ന് 5 മണിക്ക് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് മുൻ വികാരിമാരായ ഫാദർ അഗസ്റ്റിൻ നെല്ലിയാനി, ഫാദർ ജോൺ വെട്ടുവയലിൽ, ഫാദർ ജോർജ് മണ്ഡപത്തിൽ, ഫാദർ ജസ്റ്റിൻ പഴയപ്പറമ്പിൽ, ഫാദർ ജേക്കബ് ചാത്തനാട്ട്, ഫാദർ വിൽഫിച്ചൻ തെക്കേവയലിൽ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 6:30 സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനകളും നടക്കും. രാത്രി 7 മണിക്ക് കലാവിരുന്ന് നടക്കും. 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന നടക്കും. 3:30 ജപമാല, 4:30 ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവയും നടക്കും. വൈകുന്നേരം 6:30 ആഘോഷമായ ടൗൺ പ്രദക്ഷിണം നടക്കും. പ്രൊഫസർ ഹാരി സി ജോസഫ് തിരുനാൾ സന്ദേശം നൽകും. രാത്രി 9 മണിക്ക് ആകാശവിസ്മയവും ഒരുക്കിയിട്ടുണ്ട്. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന നടക്കും. 9:30 നടക്കുന്ന ആഘോഷമായ റാസ കുർബാനയ്ക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് നിരവത്ത് കാർമ്മികത്വം വഹിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കരിങ്ങാട് സന്ദേശം നൽകും. തുടർന്ന് വൈകുന്നേരം 4:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഗ്രേസ് മൗണ്ട് വികാരി ഫാദർ വർഗീസ് പാറക്കൽ കാർമ്മികത്വം വഹിക്കും.
തുടർന്ന് 6:30 ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. തുടർന്ന് ലതീഞ്ഞ, സമാപന ആശീർവാദം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. തിരുനാൾ കൊടിയിറക്കിന് ശേഷം റോയൽ ബീറ്റ്സ് പത്തനംതിട്ട അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. പന്നിയാർകുട്ടി സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ലൂക്ക തച്ചാപറമ്പത്ത്. ഈ മാസം 6, 7, 8, 9 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. പന്നിയാർകുട്ടി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ധീര രക്തസാക്ഷികളായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവറീസ് സഹദായുടെയും വിശുദ്ധ തോമസ് ലീഹായുടെയും തിരുനാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. പന്നിയാർകുട്ടി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫെബ്രുവരി മാസം 6, 7, 8, 9 തീയതികളിലായിട്ട് തിരുനാളാഘോഷം നടക്കുകയാണ്. വെള്ളിയാഴ്ച 6-ാം തീയതി വൈകുന്നേരം 3:15 തിരുനാളിൻ്റെ കൊടി ഉയർത്തും. തുടർന്ന് വാഹനമെഞ്ചരിപ്പും അതിനെ തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയും നടക്കും. അന്ന് വൈകുന്നേരം തന്നെയാണ് നമ്മുടെ ഗ്രോട്ടോയിലേക്കുള്ള ആഘോഷമായ പ്രദക്ഷിണം നടക്കുന്നത്. വൈകുന്നേരം തിരികെ പള്ളിയിലേക്ക് എത്തിയതിന് ശേഷം എല്ലാ വീടുകളിലേക്കും കഴുന്ന് കൊണ്ടുപോകും. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:30 5 കേന്ദ്രങ്ങളിൽ നിന്ന് അമ്പ പ്രദക്ഷിണം പള്ളിയിലേക്ക് പുറപ്പെടും. 4 മണിയോടുകൂടി ദേവാലയത്തിലെത്തി ദേവാലയത്തിൽ ലതീഞ്ഞെ തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാനയാണ്. ഫെബ്രുവരി 6-ാം തീയതി കൊടിയേറുന്ന തിരുനാൾ ആഘോഷം 9-ാം തീയതി സമാപിക്കും. തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷമായ തിരുനാൾ കുർബാന, അമ്പ പ്രദക്ഷിണം, വാഹനവെഞ്ചരിപ്പ്, തിരുസ്വരൂപ പ്രതിഷ്ഠ, ലതീഞ്ഞ, തിരുനാൾ സന്ദേശം, അമ്പെഴുന്നള്ളിക്കൽ തുടങ്ങിയ തിരുക്കർമ്മങ്ങൾ നടക്കും. ഇടവക വികാരി ഫാദർ ലൂക്ക തച്ചാപറമ്പിൽ, കൈക്കാരന്മാരായ ജോസ് കുന്നുംപുറത്ത്, തങ്കച്ചൻ അമ്പഴത്തിനാൽ, ബേബി അടിച്ചിലാമാക്കൽ, ബിജു തകടിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. വണ്ടൻമേട് കൊച്ചറ AKM UP സ്കൂളിന്റെ 58ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും നടന്നു. സൊലസ്റ്റ 2K26 എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടി ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയങ്ങളിൽ ഒന്നായ കൊച്ചറ AKM UP സ്കൂളിന്റെ 58ാമത് വാർഷിക ആഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവുമാണ് സംഘടിപ്പിച്ചത്. 1968 ആരംഭിച്ച സ്കൂൾ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. പാഠ്യേതര വിഷയങ്ങളിലും സ്കൂൾ മികവ് പുലർത്തി വരുന്നു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് കിളിരുപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷികാഘോഷം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വർഷ കാലയളവിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്ന് നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ കുട്ടികളുടെ വളർച്ചയ്ക്കും PTA-യും അധ്യാപകരും ഒന്നിച്ചു ചേർന്നുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമായി ഇവിടെ നടന്നുവെന്ന് കാണുന്നതിൽ തന്നെ നമുക്ക് അതിയായ അഭിമാനമുണ്ട്. ഈ സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഇതിൻ്റെ മാനേജർ അച്ഛനും സ്കൂൾ PTA-യ്ക്കും അധ്യാപകർക്കും ഇതോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊള്ളുന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസിറ്റി സ്കൂളിന് നൽകിയ വാട്ടർ പ്യൂരിഫയർ പ്രസിഡന്റ് റിജി മാത്യു നെരിമറ്റത്തിൽ സ്കൂൾ മാനേജർക്ക് കൈമാറി. റോട്ടറി ക്ലബ്ബ് ഓഫ് ചേറ്റുകുഴി നൽകിയ പോർട്ടബിൾ ലൗഡ് സ്പീക്കർ സിസ്റ്റത്തിന്റെ കൈമാറ്റം സോൺ ചെയർമാൻ ജോസ് പുല്ലാന്തനാൽ നിർവഹിച്ചു. കുട്ടിക്കൊരു ചെടി പദ്ധതിയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോൺ കാട്ടൂർ നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും PTA അംഗങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ വർഗീസ് ഡൊമിനിക്, LP സ്കൂൾ പ്രധാനാധ്യാപിക ഓമന KC, PTA പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോൺ, MPTA പ്രസിഡന്റ് അനു സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അസോസിയേഷൻ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കട്ടപ്പന DYSP VA നിഷാദ് മോൻ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 17-ാം തീയതി പീരുമേട്ടിലാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ജില്ലയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന DYSP VA നിഷാദ് മോനെ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി അനീഷ് കുമാർ S, ജോയിന്റ് സെക്രട്ടറി റിജി ജേക്കബ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം സജുരാജ് എന്നിവർ ചേർന്ന് ആദരിച്ചു. ജില്ലാ സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിവിധ കായിക മത്സരങ്ങൾ 5, 6, 7, 10, 11 തീയതികളിലായി ജില്ലയുടെ വിവിധ മേഖലകളിൽ നടക്കും. രാജാക്കാട് JCIയുടെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഷികാഘോഷവും അവാർഡ് വിതരണവും നടന്നു. രാജാക്കാട് വൈസ്മെൻ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം സോൺ ഡയറക്ടർ എബിൻ ബോസ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനമാരംഭിച്ച്
കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാജാക്കാട് JCI. നടപ്പിലാക്കിയ സേവന പദ്ധതികൾ വിലയിരുത്തിയും വരും നാളുകളിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുമാണ് വാർഷിക ആഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നത്. സോൺ ഡയറക്ടർ എബിൻ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുര്യാക്കോസിനെ ആദ്യത്തെ പ്രസിഡന്റാകുന്ന ആ തെരഞ്ഞെടുപ്പിലും രണ്ടാമത് ജിജോ പ്രസിഡന്റാകുന്നതിനും ഈ വർഷം ബോബിഷ് ആകുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം ഈ രാജക്കാടിനോട് ചേർന്ന് നിന്ന് ഇവരുടെ ഓരോ വളർച്ചയിലും കണ്ടുനിന്നതിലും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാണ്. ക്ലബ് പ്രസിഡന്റ് ജിജോമോൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള ഭാരവാഹികളുടെയും പുതിയ അംഗങ്ങളുടെയും സ്ഥാനാരോഹണം നടന്നു. പ്രസിഡന്റ് VP ബോബിഷ്, സെക്രട്ടറി ബിബിൻ വർഗീസ്, ട്രഷറർ P വിപിൻ, ലേഡി ചെയർപേഴ്സൺ ലിയ കുര്യാക്കോസ് എന്നിവർ ചുമതലയേറ്റു. കഴിഞ്ഞ ഒരു വർഷക്കാലം മികച്ച പ്രവർത്തനം നടത്തിയ അംഗങ്ങളെ ആദരിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് ജോജോ കുമ്പളന്താനം, സോൺ സെക്രട്ടറി ബ്രീസ് ജോയി, ചാർട്ടർ പ്രസിഡന്റ് കുര്യാക്കോസ് മാത്യു, അലേഷ്ന തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിക്കാനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ശാന്തൻപാറ പുത്തടി കല്ലിങ്കൽ മാത്യു വർഗീസ്. രോഗബാധിതയായ ഭാര്യയെയും ബുദ്ധിവളർച്ചയില്ലാത്ത മകനെയും അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിപ്പിക്കുന്നതിനായി ഇദ്ദേഹം പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇല്ല. 60 വയസ്സുള്ള മാത്യുവിന്റെ ഭാര്യ എൽസി 22 വർഷമായി ക്യാൻസർ ബാധിതയാണ്. ഇവരോടൊപ്പമുള്ള മകൻ അജേഷ് 70% ബുദ്ധിവളർച്ച കുറവുള്ളയാളുമാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന മാത്യുവിന് കൂലിപ്പണിക്ക് പോകാനും കഴിയുന്നില്ല. ആകെയുള്ള 20 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ഭാര്യയെ ചികിത്സിച്ചത്. അടച്ചുറപ്പില്ലാത്ത വീടിന്റെ മേൽക്കൂര ചോരുന്നതാണ്. പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ഭാര്യയെയും ബുദ്ധിവളർച്ചയില്ലാത്ത മകനെയും കൊണ്ട് ഒരു മഴക്കാലം കൂടി ഈ വീട്ടിൽ കഴിയുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്യുവിന് ആശങ്കയാണ്. ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്യു പറയുന്നു. മരുന്നിനൊക്കെ ക്യാൻസർ ഒന്ന് തലയ്ക്ക് വന്ന് 22 കൊല്ലമായി. മരുന്ന് നിർത്താതെ മരുന്ന് കഴിക്കണം. മരണം വരെ രണ്ടുപേരുടെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടു. ഗർഭിണിനെ കുത്തിമാനുള്ളത് എനിക്കൊന്നും പോയി. എനിക്ക് കാല് മുട്ടുവേദനയും ആയിട്ട് ചികിത്സ. പണിക്കും പോകാൻ പറ്റില്ല. ആശുപത്രിയിൽ മരുന്നൊക്കെ മേടിച്ച് 5-8 കൊല്ലമായി. ഒരു ബ്ലോക്കിലേക്ക് അയച്ചേക്കുക. അവിടെ നിന്ന് വരട്ടെന്ന്. ഇവിടെ അടുത്തൊക്കെ നല്ല വാനും ജീപ്പും 1.5 ഏക്കർ സ്ഥലമുള്ള ആൾക്കൊക്കെ കൊടുത്ത് നിരപണി വാർത്ത് പണി തീരാറായി വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കൊടുത്തത് എനിക്ക് കിട്ടാം. വരുമാനമൊന്നുമില്ല. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ പരാതി നൽകി മടുത്തപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫലം. അനർഹരായ ഒരുപാട് ആളുകൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചപ്പോഴാണ് ജീവിക്കാൻ ഒരു മാർഗവുമില്ലാത്ത തന്നെയും കുടുംബത്തെയും അവഗണിക്കുന്നതെന്നാണ് മാത്യുവിന്റെ പരാതി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ദ കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലയിലെ വിവരം. ആദ്യ നോട്ട് 247, വിൽപ്പനയ്ക്ക് വന്നത് 73,136, വിൽപ്പന നടന്നത് 72,801, കൂടിയ വില 2,908, ശരാശരി വില 2,479. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,185 രൂപ, വെള്ളി 300.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന് പറഞ്ഞ ഇടുക്കിക്കാരെ കബളിപ്പിച്ച മന്ത്രി റോഷി അഗസ്റ്റിനും LDF നേതാക്കളും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ഒക്ടോബർ 15 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ തീരുമാനിച്ചുവെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇത് വെറും തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നെന്ന് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവോടെ വ്യക്തമായെന്നും ബിജോ മാണി. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഈ മാസം 9, 10 തീയതികളിൽ ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന നേതാക്കൾ. 9-ാം തീയതി ജില്ലാ അതിർത്തിയായ 35 മൈലിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജാഥയെ വരവേൽക്കും. തുടർന്ന് വണ്ടിപ്പെരിയാറിൽ ആദ്യ സ്വീകരണം നൽകുമെന്നും നേതാക്കൾ. CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. ജില്ലയിൽ രക്തസാക്ഷികളുടെ പേരിൽ കോടിക്കണക്കിന് രൂപ CPM നേതാക്കൾ തട്ടിയെടുത്തതായി KPCC സെക്രട്ടറി MN ഗോപി. രക്തസാക്ഷികളായ അനീഷ് രാജൻ, അഭിമന്യു, ധീരജ് എന്നിവരുടെ പേരിൽ ഫണ്ട് തട്ടിയെടുത്തതായും ആരോപണം. ലൈഫ് പദ്ധതിയിൽ ഒരു വീട് ലഭിക്കാനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി ശാന്തൻപാറ, പുത്തടി, കല്ലിങ്കൽ മാത്യു വർഗീസ്. രോഗബാധിതയായ ഭാര്യയെയും ബുദ്ധിവളർച്ചയില്ലാത്ത മകനെയും അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിപ്പിക്കുന്നതിനായി ഇദ്ദേഹം പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും നടപടിയില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.